ഈ യഥാർത്ഥത്തിൽ കേരളത്തിൽ ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ഏറെ ആശ്വാസം പകരുന്നതാണ് ഇപ്പോൾ ഈ ജെ നന്ദകുമാറിൻ്റെ വാക്കുകൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം രാജീവ് ചന്ദ്രശേഖറിനെതിരെ ബി.ജെ.പിയിലെ ഒരു വിഭാഗം തന്നെ പരസ്യമോ രഹസ്യവുമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ സംഘപരിവാറിലെ ചില തീവ്ര നിലപാടുള്ളവരുടെ പിന്തുണയുമുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖർ ഇതര മതസ്ഥരെ ഒപ്പം ചേർക്കാൻ ശ്രമിക്കുമ്പോൾ പരമ്പരാഗത വോട്ട് ബാങ്ക് നഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ എന്ന ചോദ്യമൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇവിടെ RSSൻ്റെ ഒരു മുതിർന്ന പ്രചാരകൻ ഇത്തരം നിലപാടെടുക്കുമ്പോൾ ഇതൊരു RSSൻ്റെ നേതൃതലത്തിലുള്ള നിലപാട് തന്നെയായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നിലപാടിനുള്ള അംഗീകാരം എന്നുകൂടി ഒരു വ്യാഖ്യാനം വരും അല്ലേ? ശരിയാണ്. RSSന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. RSS അങ്ങനെ വെറുതെ നിലപാട് പറയുന്ന സംഘടനയല്ല. അവർ ആലോചിച്ചുറച്ച് മാത്രമേ ഇത്തരത്തിലുള്ള നിലപാട് പരസ്യമായിട്ട്, അത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത്തരം നിലപാടുകൾ പരസ്യമായിട്ട് പറയാറുള്ളൂ. അതിപ്പോൾ മുതിർന്ന പ്രചാരകനായ ജയ നന്ദകുമാർ പറഞ്ഞപ്പോൾ അത് RSSന്റെ ഔദ്യോഗിക നിലപാട് തന്നെയാണ്. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ RSS ഈ നിലപാടെടുത്തപ്പോൾ അത് സംഘപരിവാറിലെ എല്ലാ സംഘടനകളുടെയും നിലപാട് എന്ന രീതിയിലേക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും വ്യാഖ്യാനിക്കുവാൻ കഴിയുകയില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലെയുള്ള സംഘടനകൾ BHP നേരത്തെ തന്നെ നിലപാട് കേരളത്തിലും വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. അവിടെ കന്യാസ്ത്രീകളുടെ മോചനത്തിൽ സംസ്ഥാന BJP ഇടപെട്ടത് ശരിയായില്ല എന്നുള്ളത്. കാരണം നിർബന്ധിത മതപരിവർത്തനമാണ് ഛത്തീസ്ഗഡിൽ നടന്നത്. അപ്പോൾ അത് അല്ല എന്ന സൂചന കിട്ടുന്നതിന് കാരണമായി BJPയുടെ ഇടപെടൽ ഛത്തീസ്ഗഡിലേക്ക് BJP നേതാക്കൾ പോയത് അങ്ങനെ ഒരു സന്ദേശം നൽകുന്നതായിരുന്നു എന്നായിരുന്നു BHP പോലെയുള്ള സംഘടനകളുടെ നിലപാട്. അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയും ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ അത്തരം സംഘടനകൾക്ക് ഇപ്പോഴും എതിർ നിലപാടുണ്ട്. അതിന് RSS പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് RSSന്റെ നിലപാടാണ് ഇവിടെ വ്യക്തമാക്കിയത്. ക്രൈസ്തവ നയതന്ത്രത്തിന് RSSന്റെ പിന്തുണയുണ്ട്. അതുമാത്രമല്ല RSS ക്രൈസ്തവ സഭാ നേതൃത്വവുമായി സംസാരിക്കാറുള്ളതുമാണ്. അതുമാത്രമല്ല ഛത്തീസ്ഗഡിൽ നടന്ന വിഷയം അത് BJP ഇടപെട്ടത് ശരിയായ രീതിയിൽ തന്നെയാണ്. അങ്ങനെ ഒരു ഇടപെടൽ നടത്തുവാൻ ധാർമ്മികമായ അധികാരം അവകാശം BJPക്ക് ഉണ്ട് എന്ന കാര്യത്തിലും RSSന് സംശയമില്ല. പക്ഷേ പരിവാർ സംഘടനകൾക്ക് വ്യത്യസ്തമായ നിലപാട് ഉണ്ടായേക്കാം. അത് അങ്ങനെ വരികയും ചെയ്യും. പല വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. RSSന്റെ അതേ നിലപാട് തന്നെ വേണം സംഘപരിവാറിലെ മറ്റ് സംഘടനകൾക്കും എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ പരിവാർ സംഘടനകളെയും RSS എന്ന് വിളിച്ചാൽ മതിയല്ലോ എന്നൊരു വിശദീകരണമാണ് നേരത്തെ EN നന്ദകുമാർ പറഞ്ഞപ്പോൾ അക്കാര്യം എടുത്തു പറയുകയുണ്ടായി. അതായത് ഈ ക്രൈസ്തവ നയതന്ത്രത്തിന് RSS ഇങ്ങനെ പിന്തുണ നൽകുമ്പോൾ BJPക്ക് അത് സംഘ് പരിവാറിൻ്റെ മുഴുവൻ പിന്തുണ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല. സംഘ് പരിവാറിൽ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുകളുണ്ട്. ഇനിയും അത്തരം ഒരു കാര്യം സംഭവിച്ചാൽ അതിൽ BJP നേതാക്കൾ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരാണ് മറ്റ് സംഘപരിവാർ സംഘടനകൾ. ഞാൻ നേരത്തെ പറഞ്ഞ BHP അങ്ങനെയാണ്. അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി പോലെയുള്ള മറ്റ് ഹൈന്ദവ സംഘടനകളും ഈ രീതിയിലുള്ള നിലപാട് എടുക്കുന്നവരാണ്. അവിടെ BJP ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തത് വഴി BJPക്ക് തന്നെ നഷ്ടമുണ്ടാക്കും, അത് കോർ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തും എന്ന നിലപാടാണ് ചില പരിവാർ സംഘടനകളും മറ്റ് ഹിന്ദു സംഘടനകളും സ്വീകരിക്കുന്നതെങ്കിൽ RSS തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇക്കാര്യത്തിൽ BJPക്ക് ഒരു രാഷ്ട്രീയമായ നിലപാടെടുക്കുവാനുള്ള അവകാശമുണ്ട്. ആ നിലപാട് പാർട്ടിക്ക് ഗുണകരമായ രീതിയിൽ BJP എടുത്തോട്ടെ, അതിനെ RSS എതിർക്കുകയില്ല. അതുമാത്രമല്ല ക്രൈസ്തവ സഭകളുമായി മാത്രമല്ല ഇപ്പോൾ മുസ്ലിം സംഘടനകളുമായിട്ട് പോലും ചർച്ചകൾ നടത്താൻ RSS തയ്യാറാണ്. അങ്ങനെ നേരത്തെയും തയ്യാറായിട്ടുള്ളതാണ്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് നേരത്തെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, പാലക്കാട് അങ്ങനെ ഒരു ചർച്ച നടത്താൻ ഇരുന്നതാണ്, അവിടെ തീയതിയും നിശ്ചയിച്ചതാണ്. പക്ഷേ പിന്നീട് എന്തോ ഒരു കാരണം കൊണ്ട് അവസാന നിമിഷം ആ ചർച്ച വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അതിന് പിന്നിൽ RSSന്റെ നീക്കമല്ല, മറിച്ച് ചർച്ചയ്ക്ക് വരേണ്ടവർ തന്നെ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരിക്കുന്ന സഹായത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ NSUവിൻ്റെ ദേശീയ സമ്മേളനത്തിൽ ഇങ്ങനെ RSSന്റെ സഹായം നാഗ്പൂരിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു NSUവിൻ്റെ ദേശീയ അധ്യക്ഷൻ. ആ സമയത്താണ് RSS ഇങ്ങനെ സഹായം നൽകിയത് എന്ന് ജയ നന്ദകുമാർ പറയുമ്പോഴും രമേശ് ചെന്നിത്തല നേരിട്ട് സഹായം ആവശ്യപ്പെട്ടു എന്ന കാര്യം അദ്ദേഹം പറയുന്നില്ല. നേരിട്ട് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സഹായ ആവശ്യം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നില്ല. അതിന് മറ്റു രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാവും. കാരണം ചെന്നിത്തല RSSന്റെ സഹായം തേടി എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനം വരുന്നത് അത് RSSനും ഗുണകരമല്ല, ചെന്നിത്തലയ്ക്കും ഗുണകരമല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. അത് എതിരാളികൾ അത് ആയുധമാക്കുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം അത് സൂക്ഷിച്ചു തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് അന്ന് അത് വലിയ വിവാദമായ ഒരു NSUവിൻ്റെ ആ ദേശീയ സമ്മേളനം വലിയ രീതിയിൽ ചർച്ചയായതുമാണ്. കാരണം പ്രതിനിധികളുടെ എണ്ണം വളരെയധികം കൂടിയപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യം കുറവായിരുന്നു. തമ്മിൽ അടിയുണ്ടായിരുന്നു NSUവിന് അന്ന് വന്ന പ്രതിനിധികൾ തമ്മിൽ. ഇത് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഫോട്ടോകളുമൊക്കെ അന്ന് വന്നതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ നാഗ്പൂർ RSSൻ്റെ ആസ്ഥാനമാണ്. അന്ന് RSS ഇടപെട്ട് അവിടെ ഭക്ഷണം വിളമ്പുകയുണ്ടായി, ഭക്ഷണം നൽകുകയുണ്ടായി, ആ ഒരു പ്രശ്നം പരിഹരിക്കുക ഉണ്ടായി. അന്ന് മോഹൻ ഭാഗവത് ആയിരുന്നു അന്ന് നാഗ്പൂരിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത്.
അതുകൊണ്ട് ആ കാര്യവും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഇങ്ങനെ വിവിധ വിഷയങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം നൽകുന്നതും ചർച്ച നടത്തുന്നതുമായ വിഷയങ്ങളിൽ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ ക്രൈസ്തവ സഭകളുമായി ബന്ധം പുലർത്തുവാനും ബന്ധത്തിൻ്റെ ശക്തി കൂട്ടുന്നതിനും വേണ്ടി BJP നടത്തുന്ന നീക്കങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ RSSനുണ്ട് എന്ന് ജെ നന്ദകുമാർ പറഞ്ഞതാണ് രാഷ്ട്രീയമായി ഇവിടെ BJPക്ക് ഗുണകരമാകുന്നത്. പക്ഷേ മറ്റ് പരിവാർ സംഘടനകളുടെ നിലപാട് മാറിയിട്ടുണ്ടോ എന്ന കാര്യം അവർ പ്രതികരിച്ചാൽ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. യെസ്, എന്തായാലും മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർക്ക് ഇക്കാര്യത്തിൽ അല്പം തീവ്ര നിലപാടുള്ളവരാണ്. അവർ ഈ വിഷയത്തിൽ അല്പം വ്യത്യസ്തമായ നിലപാടെടുത്തേക്കാം. ഇതിൽ മഞ്ജുഷ പ്രസക്തമാകുന്ന മറ്റൊരു പ്രതികരണം കൂടി അദ്ദേഹത്തിനുണ്ട്. ശബരിമല വിഷയത്തിലാണത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ക്ഷേത്രവിശ്വാസികളും തന്ത്രിമാരും ആചാര്യന്മാരും ചേർന്ന് തീരുമാനമാണ് എടുക്കേണ്ടത്. അവിടെ യുവതീ പ്രവേശനം സംബന്ധിച്ച് അവിടുത്തെ ആചാര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത് RSSൻ്റെ ഔദ്യോഗിക നാവല്ല ഓർഗനൈസറിലെ ലേഖനം സംഘത്തിൻ്റെ നിലപാടല്ല. സർവ് സംഘചാലക് ഉൾപ്പെടെയുള്ളവരാണ് RSSൻ്റെ നിലപാട് പറയുന്നതെന്നും നന്ദകുമാർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ശബരിമല ക്ഷേത്രത്തിൽ കാലങ്ങളായി നിലകൊള്ളുന്ന ആ ആചാരം, ആ കസ്റ്റമറി പ്രാക്ടീസ് അതേപോലെ തുടരണം, പ്രൊവൈഡഡ്, അദ്ദേഹം പറയുന്നുണ്ട് മോഹൻജി ഭാഗവത്, പ്രൊവൈഡഡ് ക്ഷേത്രത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതാരാണ്? ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന, ക്ഷേത്രത്തിൽ പോകുന്ന, ക്ഷേത്രാചാരങ്ങൾ എന്തെന്ന് നിയമിക്കാൻ അനുവാദമുള്ളവർ, അതിനെക്കുറിച്ച് പഠനമുള്ളവർ, തന്ത്രിമാരായാലും പുരോഹിതന്മാരായാലും ആചാര്യന്മാർ ഒരുമിച്ചിരുന്ന് അവർ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ദേവതയുടെ അനുജ്ഞയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമേ മാറ്റാൻ പാടുള്ളൂ. അത് ഏതെങ്കിലും ഒരു സർക്കാരോ മതേതരമായ സ്ഥാപനങ്ങളോ തീരുമാനിക്കേണ്ട കാര്യമല്ല ഹൈന്ദവ ക്ഷേത്രത്തിലെ നിയമം എന്നതാണ് സംഘത്തിന്റെ നിലപാട്. പണ്ടേ തന്നെ വളരെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓർഗനൈസർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഒരു ഔദ്യോഗികമായ കാര്യം പറയാനുള്ള ജിഹ്വയല്ല എന്ന് വളരെ കൃത്യമായിട്ട്, ഇറ്റ് ഈസ് നോട്ട് എൻ ഒഫീഷ്യൽ ഓർഗൻ എന്ന് പറഞ്ഞ് വ്യക്തമായി സംഘത്തിന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് ഡോക്ടർ മൻമോഹൻ വൈദ്യ പ്രചാർ പ്രമുഖായിരിക്കുമ്പോൾ വളരെ കൃത്യമായി എക്കാലത്തേക്കുമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശ്രീമാൻ പ്രഫുൽ കേത്കർ, ഇപ്പോഴത്തെ ഓർഗനൈസറിന്റെ എഡിറ്റർ, തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് RSSന്റെ ഔദ്യോഗിക ജിഹ്വയല്ല എന്ന്. RSSന്റെ ഔദ്യോഗിക ജിഹ്വ എന്ന് പറയുന്നത് 2-3 പേരാണ്. അത് സർസംഘചാലകാണ്, സർക്കാരിവാഹാണ്, പ്രചാർ പ്രമുഖാണ്. മഞ്ജുഷ്, ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ ഒരു അവ്യക്തതയുടെ പ്രശ്നമുണ്ടോ? കാരണം ശബരിമലയിൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം നൽകണമെന്നത് RSSൻ്റെ ഔദ്യോഗിക നിലപാടായിട്ടല്ലേ പറഞ്ഞു കേട്ടിരുന്നത്? അതിൽ നിന്ന് വ്യത്യസ്തമാണോ ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളിൽ വ്യക്തമാണ്. അദ്ദേഹം പ്രൊവൈഡഡ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ശബരിമലയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരുടെയും അതുപോലെ തന്നെ വിശ്വാസികളുടെയും ആ നിലപാട് എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്ത്രിമാരുടെ നിലപാടുമൊക്കെയാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ വിശ്വാസികൾ, അയ്യപ്പ വിശ്വാസികളുടെ നിലപാട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് RSS ഒരു നിലപാടെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികളുടെ നിലപാട് എന്ന് പറയുമ്പോൾ അത് ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമല്ല എന്നുള്ളതാണ്. അതായത് യുവതികളായ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശനം അനുവദിക്കാൻ പാടില്ല. അത് സുപ്രീം കോടതി വിധി അനുസരിച്ചുള്ളതല്ല. സുപ്രീം കോടതി വിധി ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനം നൽകാം എന്നുള്ളതായിരുന്നു. അതല്ല അയ്യപ്പ വിശ്വാസികളുടെ നിലപാട്. അപ്പോൾ RSS സ്വാഭാവികമായും അതിനൊപ്പം ചേരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ശബരിമല കർമ്മസമിതിയുടെ പന്തളത്ത് നടന്ന സമ്മേളനത്തിലൊക്കെ ഇപ്പോൾ RSSന്റെ പിന്തുണ അതിന് കിട്ടുന്നത്. ജയ നന്ദകുമാർ അതിൽ പങ്കെടുക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ അതാണ് RSS നിലപാട്. പിന്നെ ഓർഗനൈസറിൽ അത് കാര്യമെന്ന് പറയുമ്പോൾ ഓർഗനൈസറിൽ പല ഘട്ടങ്ങളിലും പല ലേഖനങ്ങളും വരാറുണ്ട്. അത് പലപ്പോഴും ഇത് RSSന്റെ നിലപാടാണോ എന്നുള്ള ചോദ്യം ഉയർന്നു വരാറുണ്ട്. അത് ശബരിമല വിഷയത്തിലും അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഓർഗനൈസർ എന്ന് പറയുന്നത് സംഘത്തിൻ്റെ ഒരു ഔദ്യോഗിക നിലപാട് പറയുന്ന ഒന്നല്ല എന്ന രീതിയിലുള്ള പ്രതികരണം വേണ്ടി വരുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ വരുന്നതുകൊണ്ടാണ്.